MSS എന്ന സംഘടനയെ അല്ലെങ്കിൽ അതിൻ്റെ സാമൂഹിക പ്രസ്ഥാനത്തെ വളരെ നാളുകൾക്ക് മുമ്പ് പരിചയപ്പെടുകയും അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ഇന്ന് കേരളത്തിൽ ഒരുപാട് സംഘടനകൾ രൂപീകരിക്കപ്പെടുകയും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് ഒരുപാട് ഇടപെടലുകളും സഹായങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി 40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രൂപീകരിക്കപ്പെട്ടുകൊണ്ട് ഇവർക്കെല്ലാവർക്കും മുന്നേ നടക്കുകയും ആദ്യ നടത്തത്തിൻ്റെ എല്ലാ കഠിനമായ വേദനകളും അനുഭവിച്ചുകൊണ്ട് ആ വഴി ഇത്ര സുഗമമാക്കി തരികയും മറ്റെല്ലാ സംഘടനകൾക്കും നന്നായി മുന്നേറാൻ സാധിക്കുകയും ചെയ്തതിൻ്റെ നേതൃത്വവും അതിൻ്റെ ക്യാപ്റ്റൻസിയും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് കേരളത്തിൽ MSSലൂടെയാണ് എന്നതിൽ തർക്കമില്ല. അന്ന് പൊന്നാനിയിലും മറ്റും പ്രദേശത്തും ഡോക്ടർ ഹസൻ ബാബുവിൻ്റെ പിതാവും മറ്റുള്ളവരൊക്കെ തന്നെ ഓരോ സന്ദർഭങ്ങളിലും അവരുടെ ശ്രമങ്ങളും പ്രവർത്തന രീതികളൊക്കെ കാണുമ്പോൾ അത് വലിയ ആശ്വാസമാണ് ഞങ്ങളുടെ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും രോഗികളെ സംബന്ധിച്ച് ഒരു രോഗാവസ്ഥയിൽ ഒരു കുടുംബം തകർന്നു പോകുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഒപ്പം നിൽക്കാനും കൈപ്പിടിച്ചുയർത്താനും ആവശ്യമായ രോഗപരിചരണത്തിനും ഉടനെ എത്തിച്ചേരുന്നൊരു സംഘം MSS ആയിരുന്നു. അന്ന് നമുക്ക് വിളിക്ക് പുറത്ത് ഒരു സംഘടനയും ലഭ്യമല്ലാതിരുന്നില്ല. ആ സമയത്ത് MSS ആയിരുന്നു ഓടിയെത്തിയിരുന്നത് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ സംഘടനയുടെ വലിപ്പം വളരെ വലുതാണ്. മേഖലാ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത് വഴി എല്ലാ പ്രവർത്തകരും ഒത്തുകൂടി അവരുടെ കുടുംബങ്ങൾ സഹിതം സന്നിഹിതരാകുമ്പോൾ അവരുടെ കൊച്ചുമക്കൾക്ക് കൂടി ഈ വേദനാസംഹാരിയുടെ കഥ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. നമുക്കറിയാം, ഓട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടത്തിൽ അനാരോഗ്യാവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന ഏത് നിമിഷമാണെന്ന് നമുക്കറിയുന്നില്ല. ഓരോ നിമിഷവും ജാഗ്രതയോട് പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ. ഇന്ന് എത്തരത്തിലുള്ള കുടുംബങ്ങളൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതൊന്നുകൂടി ശക്തിപ്പെടുത്തുന്ന രൂപത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ മറ്റ് ബന്ധപ്പെട്ട വിഷയങ്ങളും കൂടി സംസാരിച്ചു കൊണ്ട് പോകുമ്പോൾ വ്യക്തി എങ്ങനെ സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കണം, എങ്ങനെ സമൂഹം അതിനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയുമെന്ന രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ സംരക്ഷിച്ച് കിട്ടേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യൻ ഭരണസമിതിക്കും ആ സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെടേണ്ട അവകാശം ഏതൊരു പൗരനും ഉള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ച വേളയിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് മാറ്റി നിർത്തപ്പെട്ടവരെ ഒപ്പം കൊണ്ടുവരുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരുപാട് ഭരണഘടനാ നിർദ്ദേശങ്ങളിലൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചത് വ്യക്തി ഏറ്റവും അധികം ഭരണഘടനാ ധ്വംസനം അല്ലെങ്കിൽ സാമൂഹ്യ നീതി നിഷേധം അനുഭവിച്ച വ്യക്തിയാണ്. ഒരു മണിക്കൂറിന് എത്ര പൈസ ഫീസ് വാങ്ങാൻ നിശ്ചയിക്കണമെന്ന് പോലും തിട്ടപ്പെടുത്താത്ത രൂപത്തിൽ ഏറ്റവും സീനിയറായ വക്കീലായിരുന്നു ഡോക്ടർ അംബേദ്കർ. അദ്ദേഹം ഭരണഘടനാ നിർമ്മിതിയുടെ ചെയർമാനായിരുന്നു, സമിതിയുടെ. ഈ ഡോക്ടർ അംബേദ്കറിന് ബോംബെയിലെ ഹൈക്കോടതിയിൽ
ഇങ്ങനെയൊക്കെ തന്നെ സീനിയറായ വക്കീലിന് എല്ലാവരും ഇരിക്കുന്ന കോടതിയുടെ വക്കീലുമാരിയിരിക്കുന്ന സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. ഏറ്റവും സീനിയറായ വക്കീലായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന 2 ചപ്പാത്തിയും മറ്റു ഭക്ഷണങ്ങളും കഴിക്കണമെങ്കിൽ മറ്റുള്ളവർ ഇരിക്കുന്ന ഇടത്തിൽ അനുവാദമില്ല, മറ്റൊരു സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. അങ്ങനെ ജാതീയമായ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരൊക്കെ തന്നെ ബുദ്ധമതത്തിലേക്ക് പോവുകയും ചെയ്തു. കാരണം ഒരു ജാതീയത ഇല്ലാത്ത ഒന്നായി കാണുന്ന ഒരു മതത്തിലേക്ക് പോകണം എന്നതുകൊണ്ട് തന്നെയാണ് ബുദ്ധമതത്തിലേക്ക് അംബേദ്കറിൻ്റെ ഒപ്പം നിൽക്കുന്ന എല്ലാവരും പോയി അതിലേക്ക് തുല്യത വേണമെന്ന് ആഗ്രഹിച്ചത്. ഒരു മതപരമായ ഘടനയിലൂടെ അല്ല തുല്യത വേണ്ടെന്നും ഭരണഘടനാപരമായ തുല്യതയിലൂടെയാണ് വേണ്ടതെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയിൽ തുല്യത മുതൽ എല്ലാ അവകാശങ്ങളും സ്ഥാപിക്കപ്പെട്ടത്. ആ സ്ഥാപിക്കപ്പെട്ട അവകാശങ്ങൾ ഒരു കാരണവശാലും നീക്കിയെടുക്കാനോ അതിന് ഭംഗം വരാനോ അനുവദിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ പാടില്ല എന്നതാണ് നമ്മളൊക്കെ കൂടിയിരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ. ഈ തീരുമാനങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിഘടന സ്വഭാവം പാടില്ല. ഇപ്പം നമുക്കറിയാം മഹല്ലിനെ സംബന്ധിച്ചുള്ള ഏകദേശം 14,000-ഓളം മഹല്ലുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചെറിയ യൂണിറ്റിലേക്ക് എത്തുമ്പോൾ ഇതിങ്ങനെ വിഘടന സ്വഭാവം കൂടി വരികയാണ്. ഒരു മുസ്ലിം ഓർഗനൈസേഷൻ ലെവലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വഖഫിൻ്റെ കേരളത്തിൽ സംസ്ഥാനത്ത് സംഘടനാ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒട്ടനവധി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ തർക്കങ്ങൾക്ക് ശേഷം മഹല്ലിലെ കേസ് സത്യസന്ധമായി പറയേണ്ടതുണ്ട്. മഹല്ലുമായി ബന്ധപ്പെട്ട കേസുകൾ കണ്ടു കഴിഞ്ഞാൽ വളരെ അപകടകരമാണ്. ഒരു പ്രാദേശിക തലത്തിൽ യോജിപ്പ്, സമാധാനം, ശാന്തി എന്നതിൻ്റെ ആ മന്ത്രത്തിൻ്റെ ചൂട് പിടിച്ചിട്ടുള്ള ഉമ്മത്ത് പ്രാദേശികപരമായി തന്നെ വലിയ തർക്കങ്ങൾ, കൊലപാതകം വരെ എത്തി നിന്ന മഹല്ലുകളുണ്ട്. തെരഞ്ഞെടുപ്പും പ്രശ്നങ്ങളും അഴിമതിയും എല്ലാം വെച്ചുകൊണ്ട് സുപ്രീം കോടതി വരെ കേസാണ്. അപ്പോൾ ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി വിളിച്ച് ചേർക്കും. ഇടയ്ക്കൊക്കെ സേനത്തും വക്കീലും എല്ലാം ചേർന്നിട്ട് ഒത്തുതീർപ്പിന് വേണ്ടി വിളിച്ച് ചേർക്കുമ്പോൾ ഒരു രക്ഷയുമില്ല, ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ചില സംഘടനകൾ ഉറച്ചു നിൽക്കുകയും ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ പ്രാദേശിക തലത്തിൽ ജനങ്ങൾ വീക്ഷിക്കുന്നത് ഏത് രൂപത്തിലായിരിക്കും? നമ്മൾ ഏറ്റവും ബേസ് യൂണിറ്റ് പ്രാദേശികമാണല്ലോ. ഈ മഹല്ല് എന്ന് പറഞ്ഞ പ്രാദേശിക ഭരണസമിതികൾ തന്നെയാണ്. ഈ പ്രാദേശികമായ ഇത്തരത്തിൽ തർക്കവും പ്രശ്നങ്ങളും നിലനിൽക്കുമ്പോൾ ആ പരിസരത്തുള്ള ജനങ്ങൾ എങ്ങനെ വീക്ഷിക്കും? അതുകൊണ്ട് അടിസ്ഥാനപരമായ ഒരു ഐക്യം വേണമെങ്കിൽ ഈ ഏറ്റവും ചെറിയ തോതിലുള്ള പള്ളിയെ ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ MSS പോലുള്ള സംഘടനകൾ മീഡിയേഷൻ എന്ന രൂപത്തിൽ ഒരു സെൻറ്ററെങ്കിലും തുടങ്ങണമെന്ന് എനിക്ക് പറയാനുള്ളത്. അത് ഒരു എല്ലാ ജില്ലാ തലത്തിലും നിങ്ങളൊരു മീഡിയേഷൻ സെൻറ്റർ, കാരണം MSSനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു സംഘടനാ ബാധ്യതയും ഇല്ല. MSSന് വേണമെങ്കിൽ ജില്ലാ തലത്തിൽ ഒരു മീഡിയേഷൻ സെൻറ്റർ തുടങ്ങിക്കൊണ്ട് ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തർക്കപരിഹാരത്തിൻ്റെ സാധ്യതകൾ കണ്ടെത്തുകയും തർക്കരഹിത മഹല്ലുകളായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യാനുള്ള സംവിധാനം ഒന്ന് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ തർക്കങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ചർച്ച ചെയ്ത് ഇത് മൂർച്ഛിച്ച് വലിയ കുഴപ്പത്തിലേക്ക് പോകും. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ജോലി സംബന്ധമായ ഒരു വിഷയം ഇവിടെ പ്രചരിപ്പിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സത്യസന്ധമായ ഒരു കാര്യം PSC ചെയർമാൻ എന്ന രൂപത്തിൽ എനിക്ക് പറയേണ്ടതുണ്ട്. കാരണം ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് കാലത്ത് ആര് ഭരിച്ചാലും 12 വർഷക്കാലം പബ്ലിക് സർവീസ് കമ്മീഷനിൽ പ്രവർത്തിച്ച ആളാണ് ഞാൻ. ഈ 12 വർഷക്കാലവും മുസ്ലിമിന് അവകാശപ്പെട്ട ഒരു വേക്കൻസിയും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഏതൊരു സമുദായത്തിനും നഷ്ടപ്പെടാൻ അനുവദിക്കുന്ന രൂപത്തിലല്ല അതിൻ്റെ നിയമനിർമ്മാണം. നിങ്ങൾക്കറിയാം, ഞാൻ ചെയർമാനായിരിക്കുമ്പോൾ ഈ NCA വിജ്ഞാപനം ഉണ്ടാവും. മുസ്ലിമിന് റിസർവേഷൻ ടേണിലേക്ക് ഒരു വ്യക്തി, ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ ആ ടേണിൽ ആളില്ലെങ്കിൽ മുസ്ലിം വിജ്ഞാപനം എന്ന് പറഞ്ഞാൽ കൊടുക്കുക. അപ്പോൾ ഒരിക്കൽ ഞാൻ ചെയർമാനായിരിക്കുമ്പോൾ പോലീസ് ബ്രാക്കറ്റിൽ മുസ്ലിം എന്നെഴുതി നോട്ടിഫിക്കേഷൻ കൊടുക്കും. ഇത് ഒരു വിരുദ്ധ സംഘടന എൻ്റെ പേരിൽ മലപ്പുറം കോയ
ചെയർമാനായി കഴിഞ്ഞാൽ മുസ്ലിമിന് പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് വിഭാഗം ഉണ്ടാക്കി PSCയിൽ എന്ന് പ്രചരിപ്പിക്കേണ്ടായി. ഗുരുതരമായ ഒരു ആരോപണം അങ്ങനെ അവരുടെ ഇടയിൽ കറങ്ങി എൻ്റെ മുന്നിൽ ഇവിടെ നമ്മളെ വളരെ ഈ ഗുഡ് നൈറ്റ് രാജു ശിവദാസിനെ അറിയാലോ, അദ്ദേഹമാണ് പറഞ്ഞത് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ്റെ ഒരു വാട്സപ്പ് കോപ്പി എനിക്ക് അയച്ചു തന്നപ്പോൾ ഇതാണ് കഥ. റൊട്ടേഷനിൽ ഒരു മുസ്ലിം ടേണ് വന്നിട്ടില്ലെങ്കിൽ ആ ടേണ് മറ്റ് കമ്മ്യൂണിറ്റിക്കോ ഓപ്പൺ കമ്മ്യൂണിറ്റിക്കോ കൊടുക്കാൻ പാടില്ല. ആ ടേണിനെ പ്രത്യേകം നോട്ടിഫൈ ചെയ്തുകൊണ്ട് പരസ്യം ചെയ്തുകൊണ്ട് കിട്ടുന്ന സമയം വരെ പരസ്യം ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ട് കൊടുക്കണം. SC/STക്കും അതാണ് റൂള്. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഈ ഇപ്പോൾ വന്നുള്ള കണക്ക് ഞാൻ മനസ്സിലാക്കിയുള്ളത്, ഒരു പക്ഷേ MSS പോലുള്ള സംഘടന അടക്കം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പാർക്കിൽ എൻറോൾ ചെയ്തിട്ടുള്ള മൊത്തം എംപ്ലോയ്മെൻറ്റിൻ്റെ കണക്കായിരിക്കും ഈ പറയുന്നത്. കാരണം സ്പാർക്കിൽ എൻറോൾ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ എയ്ഡഡ് കോളേജിലെയും സ്കൂളിലെയും അധ്യാപകരടക്കമുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ കണക്കാണ് പ്രത്യേകം എടുക്കേണ്ടത്. എയ്ഡഡ് സ്കൂളിലും എയ്ഡഡ് കോളേജുകളിലും ഇത്തരം സ്ഥാപനങ്ങളിൽ സർക്കാർ ശമ്പളം കൊടുക്കുന്നതിൽ റിസർവേഷൻ പാലിച്ചിട്ടുണ്ടോ എന്നതാണെങ്കിൽ അതാണ് ധൈര്യസമേതം മുന്നോട്ട് വെക്കേണ്ടത്. സർക്കാർ ജോലി ശമ്പളം നൽകുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഈ പറയപ്പെടുന്ന ഭരണഘടന അനുശാസിക്കുന്ന റിസർവേഷൻ നൽകണമെന്നാണ് നമ്മൾ പാസ്സാക്കേണ്ട ഒരു പ്രമേയം. അതിന് ഭയമുണ്ടെങ്കിൽ അത് ഒരു സംഘടനയുടെ സംവിധാനമല്ല. അതൊരു വിമോചന സമരത്തിൻ്റെ സ്വഭാവത്തിൽ ഭയക്കുന്നുവെങ്കിൽ ഈ സംഘടന ഇത്തരത്തിൽ മുന്നോട്ട് പോക്കിന് നമ്മൾക്ക് ഒരുപാട് പരിമിതികൾ കാണും. അപ്പോൾ ധൈര്യസമേതം എയ്ഡഡ് സ്ഥാപനങ്ങളിൽ സർക്കാർ ശമ്പളം കൊടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും 100% ഈ റോസ്റ്റർ പാലിച്ചുകൊണ്ട് 50% ബാക്ക്വേർഡ് റിസർവേഷനും 50% ഫോർവേഡ് റിസർവേഷനും 4% ഡിസബിലിറ്റിക്കും വേണ്ടി റിസർവേഷൻ്റെ ഡിമാൻഡാണ് വെക്കേണ്ടത്. കാരണം റിസർവേഷൻ്റെ ഡിമാൻഡ് അംഗപരിമിതരായ ഉദ്യോഗാർത്ഥികളുടെ സംഘടന അത് മുന്നോട്ട് വെച്ചതിൻ്റെ ഭാഗമായി എയ്ഡഡ് സ്ഥാപനങ്ങളിൽ 4% റിസർവേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഡിമാൻഡ് വെച്ചാൽ വരും. അപ്പോൾ ആ കണക്കും കൂടി ശരിയായി കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുണ്ടുകൂടിയ ഈ സംശയത്തിന് മറുപടി ആകും എന്നതാണ് സത്യസന്ധമായി നിങ്ങൾ മുമ്പാകെ ഒരു ഫോർമർ PSC ചെയർമാൻ എന്ന രൂപത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് അതിനെ പിടിച്ച് ഇനി ഒരു സംഘടനാ സംവിധാനത്തിലോ അതിനെ ഘനീഭവിച്ചുകൊണ്ട് വല്ല സമരങ്ങളിലേക്ക് പോകേണ്ടതില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചായിരിക്കണം നമ്മൾ അഭിപ്രായം പറയേണ്ടത്. അത് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുകൊണ്ട് വളരെ നന്നായി അതിന് മറുപടിയെ പറയാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് വളരെ ക്ലിയറായിട്ട് നമ്മൾ പോകണം. നിങ്ങൾ കുറേ സംശയങ്ങളും കുറേ പ്രശ്നങ്ങളും പീഡനാനുഭവങ്ങളുടെ കൂട്ടത്തിൽ അസത്യങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സാകെ വേദനിക്കുന്ന ഒരു മനസ്സായി മാറും. അതുകൊണ്ട് ഈ നെഗറ്റീവിസത്തിലേക്ക് മാത്രം പോകാതെ നമ്മൾ പോസിറ്റീവിസത്തിലേക്കും കൂടി പോകുന്ന രൂപത്തിൽ നമ്മൾ പോകണം. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈ മുന്നോട്ട് പോക്കിനെ, ഈ സംവിധാനത്തെ, ഈ മേഖലാ സമ്മേളനങ്ങൾ, സംസ്ഥാന സമ്മേളനത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും വളരെ നല്ല രൂപത്തിൽ പോകണം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട് തുടങ്ങിയിട്ടുണ്ട്, ഇനിയും തുടങ്ങാനുണ്ട്. നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന രൂപത്തിൽ സമ്മേളനം ഭവിക്കട്ടെ. എല്ലാ അർത്ഥത്തിലും എല്ലാ ആശംസകളും നേരുന്നു. ഇത്തരത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും. താങ്ക് യു സർ.